ഹായ്, മൂൺലൈറ്റ് ടാരോയാണേ. ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഡിവൈൻ മാസ്കുലൈൻ തൻ്റെ ഫെമിനൻ എനർജിയോട് ഒരു സ്നേഹം തോന്നാറുണ്ട്, അല്ലെങ്കിൽ താൻ തൻ്റെ ഡി എഫിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി കഴിയുമ്പോൾ ഡി എമ്മിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഏറ്റവും പവർഫുൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഡി എമ്മിന് സ്നേഹം ഉണ്ടാകുന്ന നിമിഷമല്ല, ഡി എം അത് ആ സ്നേഹം അക്സെപ്റ്റ് ചെയ്യുന്നൊരു നിമിഷമുണ്ട്. അതാണ് ഏറ്റവും പവർഫുൾ മൊമെൻറ്റ്. ആദ്യം ഡി എം ഈ ജേണി ഡിനേ ചെയ്യും, ഡി എഫിനെ ഡിനേ ചെയ്യും. ഫീലിങ്സ് ഉണ്ടാകും, ബട്ട് അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അവർ സ്വയം പറയും ഇത് ടെമ്പററി ആണ്, അല്ലെങ്കിൽ അത്ര സീരിയസ് ഒന്നും അല്ല, വെറും അട്രാക്ഷൻ മാത്രമാണ് എന്നിങ്ങനെ സെൽഫ് ടോക്ക് ചെയ്യും. പക്ഷെ പോകെ പോകെ ഇവർക്ക് മനസ്സിലാവും ഇവരുദ്ദേശിക്കുന്നത് പോലെയല്ല, ഫീലിങ്സ് ഉള്ളിൽ നിന്ന് പോകുന്നില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? കുറച്ച് ഡിസ്റ്റൻസ് എടുത്താൽ എല്ലാം ശരിയാകും എന്നങ്ങനെ ചിന്തിക്കും. അവർ പലതിൽ എൻഗേജ്ഡ് ആവും. ഇപ്പം വർക്കഹോളിക് ആവും, കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കും, ഫ്രണ്ട്സ്, ഫാമിലീസ്, കാർമിക്, അങ്ങനെ അവരുടെ ഒരു കണക്ഷൻ അതിലോട്ടൊക്കെ അങ്ങ് പോകും. അങ്ങനെ അവർ എൻഗേജ്ഡ് ആവും. പക്ഷേ ഡിസ്റ്റൻസ് കൂടുന്തോറും ഡി എഫിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഇവർ ചിന്തിക്കുന്നത് എന്താ, കൂടുതൽ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും, അപ്പോൾ ഡിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ഉള്ളിലുള്ള ഫീലിങ്സൊക്കെ പയ്യെ പയ്യെ അങ്ങ് ഫെയ്ഡായി പോകും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇവർ പലതിലേക്ക് എൻഗേജ്ഡ് ആവുന്നത്. പക്ഷേ ഇവർ എത്ര ഡിസ്റ്റൻസ് ഇടുന്നോ അത്രയും ഇവർക്ക് ആ ഡി എഫിൻ്റെ എനർജി കയറി വരും, അവരുടെ ആ വാല്യൂ മനസ്സിലാക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ കാണുന്ന ആളുകളെല്ലാം ഇവർ ഡി എഫുമായിട്ട് കമ്പയർ ചെയ്യും. ആ ഒരു കണക്ഷൻസിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ ഇവരുടെ ഏറ്റവും പെയിൻഫുൾ ഫേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിയർ ആൻഡ് ആ ഒരു ലവ് ക്ലാഷാണ്. അതായത് ഇവർക്ക് ഒരു സമയം ഡി എഫിനോട് ഭയങ്കരമായിട്ട് ലവ് വരും, അറ്റ് ദ സെയിം ടൈം അതുപോലെ ഉള്ളിൽ നിന്ന് ഫിയറും വരും. അപ്പോൾ ആ ലവ് വരുന്ന സമയത്ത് ഇവർക്ക് തോന്നും ഡി എഫ് എന്ന് കൂടെ വേണം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ കട്ട് ഓഫ് ആയി പോകാതെ എന്ന് എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കും. അവരാ ചിന്തിക്കുന്ന സഡൻ മൊമെൻറ്റിന് ഇവരുടെ മൈൻഡിലേക്ക് ഫിയർ വരും. ആ ഫിയർ വരുമ്പോൾ എന്താ, ഇവർക്ക് ഈ കണക്ഷൻ എസ്കേപ്പ് ആവാനുള്ള ടെൻഡൻസിയാണ് വരുന്നത്. എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ഇവർക്ക് ആ ഒരു റണ്ണിങ് മോഡിലേക്ക് ഇവർ പോകും. പക്ഷേ പോകെ പോകെ ഡി എമ്മിന് മനസ്സിലാവും ഇത് ജസ്റ്റ് ഒരു ലവ് മാത്രമല്ല എന്നുള്ളത്. അവർക്ക് പയ്യെ പയ്യെ അവർക്ക് മനസ്സിലാവും. ഡി എഫിനെ മിസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു മിസ്സിങ് മാത്രമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഇപ്പം ഡി എഫിനെ കണ്ടതിന് ശേഷം താൻ ഒരുപാട് മാറിപ്പോയി എന്ന് ഡി എമ്മിന് സ്വയം മനസ്സിലാവും. അതായത് തനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, തനിക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് ഡി എം എത്തും. ലാസ്റ്റ് ഒരു സറണ്ടർ സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ എന്തു ചെയ്യും? ഇവർ കൺട്രോൾ ചെയ്യുന്നത് നിർത്തും, ഫീലിങ്സിനെ ഡിനേ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ആദ്യമായിട്ട് ഡി എം ഡി എഫിനെ അക്സെപ്റ്റ് ചെയ്യും, ആ ഒരു ജേണി അക്സെപ്റ്റ് ചെയ്യും. ഇത് പക്ഷേ പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് അല്ല, വർഷങ്ങളെടുത്തേക്കാം. ഡി എം ഡി എഫിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അവരുടെ മൈൻഡിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസും കുറേ കാര്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ ഡി എഫിനെ മാക്സിമം ഇവരിങ്ങനെ അകറ്റി നിർത്തും. അപ്പോൾ ഈ റീസൺസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ഹീൽ ചെയ്താൽ ഡി എഫ് ആ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ ഹീൽ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇവിടെ ഡി എമ്മിന് റിയലൈസേഷൻ വരുന്നത്. അങ്ങനെ അവരത് ഹീൽഡായിട്ടാണ് ഇവർ ഡി എഫിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കീ ആരുടെ കയ്യിലാണുള്ളത്? ഡി എഫിൻ്റെ കയ്യിൽ. ഇങ്ങനെ ഡി എം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കൺസിസ്റ്റൻസി കൂടും, ഒരു റെഗുലർ കമ്മ്യൂണിക്കേഷൻ വരും, റണ്ണിങ് സ്റ്റോപ്പാകും, ഇവരുടെ പ്രസൻസ് ഇവർ കൂടുതൽ കാണിക്കാൻ ശ്രമിക്കും, ഡി എഫിനെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും, ഡി എഫിൻ്റെ ഫീലിങ്സിനെ ഇവർ റെസ്പെക്റ്റ് ചെയ്യും, പ്രോബ്ലംസ് മനസ്സിലാക്കാൻ ശ്രമിക്കും, ജഡ്ജ്മെൻറ്റിൽ കുറയും, പ്രൊട്ടക്ഷൻ എനർജി കൂടുതലായിട്ട് വരും. അതായത് ഇവർക്ക് ഡി എഫിനോടുള്ള ഒരു കൺസേൺ കുറച്ച് കൂടും. ഇത് പൊസസീവ്നെസ് അല്ല, ഒരു ജെന്യുവൻ കെയർ ആയിട്ടാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഇവർ ഡി എഫിനെ എത്രത്തോളം മാക്സിമം ഇവർ അവോയ്ഡ് ചെയ്യാൻ പറ്റും അത്ര ഇവർ അവോയ്ഡ് ചെയ്യും അല്ലേ. ഒരു പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരത്തില്ല. ഇവരുടെ കയ്യിൽ നിന്നൊരു ഹായ് കിട്ടാൻ വേണ്ടി ഡി എഫ് ഒക്കെ തപസരിക്കുന്ന ഡി എഫ് ഉണ്ടാകും. ഡി എം വാ തുറക്കുകയില്ലല്ലോ. പക്ഷേ ഈ അക്സെപ്റ്റൻസ് മോഡിലേക്ക് എത്തിക്കഴിഞ്ഞ ഡി എം ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാകും. അവരുടെ ത്രോട്ട് ചക്രയൊക്കെ ആ ഒരു ബ്ലോക്കൊക്കെ മാറി ഇവർ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
അപ്പം ഡി എഫിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ഇതൊക്കെ ഇരുന്ന് കേൾക്കാൻ തുടങ്ങും. അവരുടെ ഫീലിങ്സിനെ ഇവർക്ക് മനസ്സിലാകാൻ തുടങ്ങും. വൾനറബിലിറ്റി ഇവർക്ക് കൂടും. ഇപ്പം മുമ്പ് ഡി എം എന്ന് പറയുമ്പോൾ എന്താ, ഇവരുടെ ഇമോഷൻസിനെ ഇവർ മാക്സിമം ഹൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ദേഷ്യമാണെങ്കിലും വെറുപ്പാണെങ്കിലും സ്നേഹമാണെങ്കിലും എന്ത് ഇമോഷനാണോ ഈ ഇമോഷനെ ഇവർക്ക് ഹൈഡ് ചെയ്യാൻ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു അക്സെപ്റ്റൻസ് വന്നതിന് ശേഷം ഇവരുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഇവരുടെ വീക്ക് സൈഡ് എന്താണോ അത് ഡി എഫിനെ കാണിക്കാൻ തുടങ്ങും. ഇവരുടെ ഉള്ളിലുള്ള ഫിയർ എന്തൊക്കെയാണോ അത് ഡി എഫിനോട് പറയാൻ തുടങ്ങും. ട്രസ്റ്റ് കൂടും. ഫ്യൂച്ചറിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഡി എം എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ടൈം പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കുന്ന ആളുകളാണ്. അവർ മാക്സിമം ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് എൻജോയ് ചെയ്യുന്ന ആളുകളാണ് ഡി എം. പക്ഷേ ഈ ഒരു അക്സെപ്റ്റൻസിന് ശേഷം ഇവർ പ്രസൻറ്റിൽ നിന്ന് മാറി ഒരു ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്യാൻ തുടങ്ങും. ഒരു ലോങ് ടൈം ഡിസ്കഷൻസ് ഒക്കെ വരും ഫ്യൂച്ചറിനെ പറ്റി. ഈ ഒരു കണക്ഷന് സീരിയസ് ആയിട്ട് അവർ എടുക്കാൻ തുടങ്ങും. അവരുടെ ആക്ഷൻസ് വേർഡ്സിനോട് മാച്ച് ചെയ്യാൻ തുടങ്ങും. മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഡി എം വാക്കൊന്ന് ഇവരുടെ പ്രവൃത്തി വേറൊന്നും, പറയുന്നതല്ലല്ലോ ഇവർ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു അക്സെപ്റ്റൻസിന് ശേഷം ഇവർക്ക് എന്ത് ചെയ്യും, ഈ ആക്ഷൻസും വേർഡ്സും മാച്ചിങ് ആയിട്ട് വരും. പിന്നെ ഒരു കാര്യം, ഡി എഫിനെ അക്സെപ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് അവരൊരു പെർഫെക്റ്റ് പാർട്ട്ണറൊന്നും ആവുകയില്ല. കാരണം അവരുടെ ഉള്ളിൽ അപ്പോഴും കുറച്ച് കാര്യങ്ങൾ ബാലൻസിങ്ങിലുണ്ടാവും. ഹീലിംഗ് ചെയ്യാനുണ്ടാവും. കുറച്ചും കൂടി അവർക്ക് ഇൻസെക്യൂരിറ്റീസ് ഉള്ളിലുണ്ടാവും. ഫിയേഴ്സ് ഉണ്ടാവും. എല്ലാം കംപ്ലീറ്റ് മാറിയിട്ടല്ല ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവർക്കൊരു റിയലൈസേഷൻ വരും, എവേക്കണിങ് സ്റ്റാർട്ടിങ് ആവും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർ ഡി എഫിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്ന് കരുതി എല്ലാം കംപ്ലീറ്റ് അങ്ങ് മാറിയെന്നല്ല. കുറച്ച് കാര്യങ്ങൾ അപ്പോഴും അവിടെ ബാക്കി ഉണ്ടാവും. ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റാർട്ടിങ്ങാണ്. മനസ്സിലായോ? പക്ഷേ ആ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്നെസ് അല്ല. അങ്ങനെ അതിനെ മീൻ ചെയ്യുക. ഡിവൈൻ മസ്കുലിന് തൻ്റെ സ്നേഹം തിരിച്ചറിയുന്ന നിമിഷമാണ് ശരിക്കും ഈ ജേണി അവസാനിക്കൊന്നുമല്ല, അവിടെ മുതലാണ് ശരിക്കും ഈ ജേണി പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഡി എമ്മിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ്സ് എല്ലാം മാറുക ചെയ്യുന്നത്. കുറേ കാലം മുമ്പ് ഡി എം എങ്ങനെയായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡി എം കാണിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഡി എഫ് ചെന്നിട്ട് പറയും നമ്മൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ് എന്ന് പറഞ്ഞാൽ ഡി എം കണ്ടം വഴി ഓടിക്കും. അവർക്ക് ഇഷ്ടമല്ലല്ലോ ഇതൊന്നും പറയുന്നത്. ഇപ്പോൾ അവർ മാക്സിമം എത്രത്തോളം ഡി എഫിനെ വെറുപ്പിക്കാൻ പറ്റുമോ അത്ര ഒരു വെറുപ്പിക്കുന്ന ആളുകളാണ് ഡി എം. പക്ഷേ ആ ഒരു അക്സെപ്റ്റൻസ് മോഡലിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവർ നേരത്തെ എന്താണോ കാണിച്ചത് അതിൻ്റെ ഉൾട്ടയടിക്കും. അതായത് ഇവർക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് കാണിക്കാൻ തുടങ്ങും. നിങ്ങളെ എത്രത്തോളം അവരെ അവോയ്ഡ് ചെയ്തിരുന്നോ അത്രയും അവർ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളെ എത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ടോ അത്രയും അവർ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ല, ഡി എഫ് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലല്ലോ, എനിക്ക് ടൈം തരുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാറില്ലേ. പക്ഷേ അതിനുശേഷം അവർ നിങ്ങൾക്ക് നന്നായിട്ട് വാല്യൂ തരും, നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഇങ്ങനെയുള്ള ഒരാളെ ആണോ ഞാൻ ഇത്ര കാലം അവോയ്ഡ് ചെയ്ത് വിട്ടത് എന്നുള്ള ഒരു റിഗ്രഷൻ പോലും ഡി എമ്മിൻ്റെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ആ ഒരു ഡി എമ്മിന് റിയലൈസേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് മോഡലിലേക്ക് എത്തുമ്പോൾ ജേണി അവിടെ സ്റ്റോപ്പൊന്നും ആകത്തില്ല. ശരിക്കും ജേണി റിയലി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലാണ്. ഓക്കെ, താങ്ക് യു.